ക്യൂടെക്സ് ഉണ്ടായും ചേട്ടാ, നല്ല അതിൻ്റെ മുകളിലൊന്ന് ടച്ചിങ് ആണ്. കാലുമ്പളേ പണ്ടേ ചേട്ടനറിയാല നെഗില്ല, കയ്യും വെച്ച് കൂടുതൽ കാലുമ്പലുണ്ടല്ലേ, നെഗില്ല. ഇങ്ങനെ പോയല്ല. കറുപ്പ് ചെരുപ്പ്, ചെരുപ്പിട്ടിട്ടാണ് വീട്ടിലുള്ള ചെരുപ്പില്ല ഇവിടെ, അതിട്ടിട്ട്. ഞാൻ കുളിക്കാൻ പോകുമ്പോളേ ഒരു കാണാം പെണ്ണുങ്ങളൊരു കാര്യം ഒക്കെ ഞങ്ങൾ ആണുങ്ങളെ കണ്ടുപിടിക്കും. എനിക്കൊരു ക്യൂടെക്സ് ഉണ്ട്, ഞാനുണ്ട്. എനിക്കത് പല കളർ വാങ്ങിച്ചു തരാത്താണ്. എന്തോ പല കളർ ക്യൂടെക്സ് വാങ്ങിച്ചേ എടുത്തോളാം, ഞാൻ എടുത്തോ. അവിടെ കൊണ്ടുപോകുള്ള ഷോപ്പിൽ പോകുന്നുണ്ട്, ആവശ്യമുള്ള എടുത്തോളാം. ഞാനൊന്നും പറയൂല. വേണ്ട, എന്താണ് പറയണ്ട, വേണ്ടെന്ന് പിന്നെന്താണ് ഒന്നും ഇതേവരെ പറയില്ല, അത് എടുക്കണ്ടെന്ന്. സാമ്പത്തികം ഒരു ക്യൂടെക്സ് എടുക്കുക, സാമ്പത്തികം തകരട്ടെ. ഒരു ക്യൂടെക്സ് മേടിച്ചിട്ട് തകരണ സാമ്പത്തികം തകരട്ടെ, മനസ്സിലായില്ലേ? പിന്നെന്താണ്? ഹലോ സുഹൃത്തുക്കളെ, എന്താ പിന്നെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സന്തോഷമുള്ള ദിവസം ഉണ്ടെന്ന്. ഞങ്ങൾക്ക് എന്ന് സന്തോഷമാണ് എങ്കിലും ഇന്ന് കുറച്ചും കൂടി സന്തോഷം ഉള്ള ഒരു ദിവസമാണ്. എന്താണ് ലിജി? ചേട്ടൻ്റെ കുടുംബക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ചേട്ടൻ്റെ ചേട്ടന്മാരോ മക്കള്. നമ്മള അങ്ങനെ പറ, ചേട്ടൻ്റെ അല്ല, ആരും ഈ എൻ്റെ നിന്നുള്ള വേർതിരും എപ്പോൾ വരുന്നു അപ്പം തീരും കുടുംബം. എന്തേട്ടാ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാ? അങ്ങനെ ചെയ്തിട്ടാണ് പറയരുത്. പെട്ടെന്ന് പറഞ്ഞു ഇതല്ലേ ചേട്ടന്റെ കുടുംബം. എന്റെ ആൾക്കാരോട് ഇല്ലല്ലോ, അതന്നെ ചേട്ടന്റെ ആൾക്കാരെന്ന് പറഞ്ഞ. എന്റെ ആളെന്ന് പറഞ്ഞാൽ എന്റെ പാപ്പന്റെ മോൻ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ എല്ലാവരും ചേട്ടന്റെ ആൾക്കാരല്ലേ. ചേട്ടന്റെ ആൾക്കാരും എന്റെ ആൾക്കാരൊക്കെ ഒന്ന് തന്നെയാണ്. ചേട്ടൻ അത് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്ന് എല്ലാവരോടും ഒത്തുകൂടേണ്ട, അപ്പൊ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഇവിടെ എല്ലാവരും ഞങ്ങൾ പരസ്പരം കാണാറൊക്കെ ഉണ്ട്, എല്ലാവരും പരസ്പരം കാണുകയും പോക്കും വരവൊക്കെ ഉണ്ട് പരസ്പരം. പക്ഷെ എല്ലാവരും ഒത്തുകൂടാനുള്ള ഒരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ചില സമയത്ത് ഉണ്ടാവാറില്ലല്ലോ. മുമ്പ് നിങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ട് ഇവിടെ. ഇപ്പൊ ചേട്ടന്റെ 3 ചേട്ടന്മാര് കുവൈറ്റിലുണ്ടായിരുന്നു, അവരിപ്പോ ക്യാൻസൽ ചെയ്ത് അവരൊക്കെ നാട്ടിൽ സെറ്റിലായി. ഇപ്പൊ അവരെ മക്കളും ഇപ്പൊ എൻ്റെ പെങ്ങന്മാരുടെ മക്കളും എല്ലാവരും കൂടെ ഉണ്ട് ഇവിടെ, കുറെ ആൾക്കാർ. പിന്നെ ചേട്ടന്റെ മോളെ ഭർത്താവ്. അപ്പോൾ പോണ വിശേഷം, അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാല്ലേ, വഴിയെ കാണാം. നമ്മളുടെ കുടുംബം പരിചയപ്പെടാം. ഞങ്ങളുടെ കുടുംബത്തായിട്ടുള്ള ഒത്തുകൂടലാണ്. നാട്ടിൽ അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഇട്ട് കൂടാറുള്ള എല്ലാ മാസവും കൂടുന്നുണ്ട്. എല്ലാ മാസവും കൂടും. ഞങ്ങൾ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ എല്ലാ മാസവും കൂടുന്നതാണ്. ഇവിടെ അങ്ങനെ എല്ലാ മാസം അങ്ങനെ കൂടാറില്ല. ഇവിടെ ഇപ്പം അങ്ങനെ എല്ലാ മാസം കൂടാൻ പറ്റില്ല, അങ്ങനെ കൂടാറില്ല. എന്നാലും നമ്മൾ എല്ലാവരെയും കാണുകയും പരസ്പരം വിളിക്കുകയും കാര്യങ്ങളൊക്കെ എല്ലാം അറിയും. പക്ഷെ ഇന്നിപ്പോൾ എല്ലാവരും അങ്ങ് ഒന്നിച്ച് കൂടുകയാണ്, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്ക് പോയാലോ? അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യുക അല്ലേ. ഞങ്ങളൊരു കൊച്ചു ചാനൽ, കുടുംബം തന്നെ അല്ലേ, ചെറിയൊരു ചാനൽ. അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുക. ഓക്കെ, കാണാട്ടോ. അടുത്ത വിശേഷമായിട്ട്, അടുത്ത വിശേഷമല്ല, അവിടെ പോയിട്ടുള്ള പോണ വഴിയൊക്കെ കണ്ട് നോക്കുന്നത് അവരുടെ ഫ്ലാറ്റിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി ഞങ്ങളിപ്പോൾ അലോഷിൻ്റെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അലോഷിൻ്റെ ഫ്ലൈറ്റിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഒന്ന് കാണാം.
ആ ഇതാണ് അവരുടെ ഫ്ലാറ്റ്, ഇതാണ് ബിൽഡിങ്. എന്ത് ചൂടാല്ലേ. ഇവിടെ തൊട്ടടുത്ത് ഇത് ഫഹേലിലാണ് അവർ താമസിക്കുന്നത്, ക്ലിനിക്കിൻ്റെ തൊട്ടടുത്ത്. വെയിലായിരുന്നേ, ഒന്നറിയാൻ പറ്റണില്ല. വിളിക്കില്ലേ അവരെ? തേർഡ് ഫ്ലോറിലാണ്. തേർഡ് ഫ്ലോറിലല്ലേ? ലിജി ബെല്ലടിക്ക്. തുറക്കട്ടെ. എന്താ പരിപാടി അവിടെ? മുട്ടോക്ക് ആൾക്കാരുണ്ട് കേട്ടോ. അതാ ചെരുപ്പൊക്കെ കിടക്കുന്നുണ്ട്. ഹലോ. വണ്ടി അവിടെ പാർക്ക് ചെയ്ത്, വണ്ടി അവിടെ നമ്മളെ ക്ലിനിക്കിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ. അമ്മോ ആ എല്ലാവരും എപ്പം എത്തി? കുറെ നേരമായി നോണ്ടല്ലോ. അത് ഇന്നലെ വന്നാ? എവിടെ അജീഷ്? എവിടെ? ആ ഇവിടെ ഇരിക്കണോ? ആ എപ്പോ എത്തി? ഇന്നലെ. ഇത് ഞങ്ങളുടെ പാലത്തിങ്കൽ ഗ്രൂപ്പാണ് കേട്ടോ. പാലത്തിങ്കൽ ഗ്രൂപ്പ് കുവൈറ്റ്. ഇവരെല്ലാവരും എന്റെ വീട്ടിലേക്ക് വന്നിരിക്കണം. അതാണ് അലോഷിന്റെ വീട്ടിൽ ഞങ്ങൾ വന്നേക്കണത്. ഇത് അവരെ ഫ്ലാറ്റാണ് കാണുന്നത് കേട്ടോ. അലോഷ് അല്ല ജേഷന്റെ മകൻ, അലോഷിന്റെ ഭാര്യ ഷീജ, മകള് നിരഞ്ജന, ഞങ്ങളെ അമ്മക്കുട്ടി. ഞങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതല്ലേ. ഇത് അജീഷ്, ഇത് ഷിജി. ലിജി അല്ല, ഷിജി. ചേട്ടന്റെ മോനും മരുമോനും. ഇത് ഞങ്ങളെ മരുമകനാണ്. അതെ, ഞങ്ങളെ പാലത്തിന്റെ മരുമകനാണ്. കൂരാലി. ഇപ്പൊ അതാ എന്റെ മകൻ വിസിറ്റിങ്ങിന് വന്നാണ് ഇവിടെ. ഇത് അക്കു, എന്റെ പെങ്ങളുടെ മകനാണ്. വെളിച്ചപ്പാടൊക്കെ ആയിട്ട് ഇരിക്കേണ്ടതാണ്. കണ്ട ഇപ്പൊ സന്യസിക്കാൻ പോകുന്ന പറയണേ. പെങ്ങളുടെ മകനാണ്. ഇത് എന്റെ സ്വന്തം ഭാര്യ. പാലത്തെങ്കിലെ ട്രസ്റ്റ് ഇവിടെ കൂടിയൊക്കെയാണ്. മാസം നാട്ടിൽ കൂടാറുണ്ട്. സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ, കായ്പേരി, ചെമ്മീൻ കറി. നല്ല അടിപൊളി ചെമ്മീൻ കറി കേട്ടോ. നല്ല അടിപൊളി ചെമ്മീൻ കറി. മട്ടൻ, പപ്പടം, മട്ടൻ കറി, മട്ടൻ, രസം,
മീൻ വറുത്തത്. ഓ നല്ല ഇവിടെ മത്തിയല്ല. കച്ചമ്പർ, സലാസ, എന്നിട്ട് പരിപ്പ് കറി അല്ലേ? പരിപ്പ് കറി. അയ്യോ രണ്ടുപേരും ചോറ്. ആ അതെ, ചോറിന് 2 തരമാണ്. മട്ട, ബസ്മതി. അയ്യോ എൻ്റെ ഇതുള്ളൂ. എല്ലാം ഷീജര പ്രിപ്പയറിങ്ങാണല്ലേ? അടിപൊളി. ആലുവർഷൻ്റെ ഹെൽപ്പും അമ്മൂൻ്റെ അതെ. അമ്മ അമ്മരിയിൽ അമ്മ അവർ 3 പേരും കൂടെയുള്ള പരിപാടിയാണ്. ഉഷാറായിട്ട് സൂപ്പറായിട്ട്. പിടിക്കാൻ പറ്റില്ല. ഇരിക്കേ ചിക്കൻ മട്ടൻ ആദ്യം തുടങ്ങി. മട്ടൻ ഇട്ടോ ആദ്യം? മട്ടൻ നേരിട്ട് മട്ടൻ കഴിക്കണം. അജുവിന് കുറച്ച് മട്ടൻ കഴിക്കാൻ സംഭവിക്കും. തച്ചാറ് ഇഞ്ചച്ചാറ് അടിപൊളി. മീൻ കറി കൊള്ളാം. നല്ല സമയം പോയിരുന്നു. നല്ല സമയം അങ്ങനെ പോയില്ലേ? ഇവിടെ വന്ന് മിസ് ഇന്ത്യയുടെ താരങ്ങൾ വരാനുള്ള ഇന്ത്യയുടെ താരങ്ങളൊക്കെ വരണം. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളായിരുന്നു. എനിക്കുണ്ടായിരുന്നു കൊറേ. ഇവിടെ വന്നപ്പോ കൊറേ മിസിരികളും തോടത്തിർത്ത് വെച്ചെന്ന് പറയും വലിച്ചോ. വലിച്ചോ പഴയ കാലങ്ങളൊക്കെ നല്ല കൊറേ സാധനങ്ങൾ വെട്ടിട്ട് ചുരുക്കി തരും. അന്ന് ഞാനും അതെ ആലോചനകൾ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അമ്പിനായിട്ട് ഞാനും ഭയങ്കര കൂട്ടായിരുന്നല്ല. ഓരോടൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനൊന്നും നമ്മാവൂന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പാട്ടിലേക്ക് വരൂ തൊട്ടായിട്ട് കൊടുക്കുന്നു. എന്ത് ചെയ്യാനാണ് മാമാ? അന്നൊക്കെ ഞങ്ങളുടെ അത് ബസ് പിടിച്ചാലും ഒഴിവാകണ്ട. ബസ് പിടിച്ചാലും ഞാൻ ചെയ്ത പാപം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ ദോഷമായിട്ട് വന്നിട്ടില്ലേ? ഇല്ലല്ലേ? കണ്ടുപിടിച്ചൊന്നും ദോഷം എന്നുവെച്ചാ കുഴപ്പമുണ്ടോ? വലിയേട്ടനെ സേഫ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാലേ അപ്പൊ അതിന്റെ പേരില് ഇപ്പഴേ ഒന്ന് സെറ്റാക്കി നിർത്തേ. അമ്മാണ് വിളമ്പണല്ലേ?
കുഞ്ഞു നിന്നെ കാണുമ്പോൾ ഞാൻ വന്നു പോലെ ശബദമൊക്കെ എടുക്കുന്നുണ്ട് പറ്റുന്ന അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഞങ്ങളൊരു ചെന്ന് കയറിപ്പോൾ തുടങ്ങിയിട്ട് പോരുന്നവരെയും ചിരി തന്നെ ആയിരുന്നു കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിയോട് ചിരി തന്നെ ആയിരുന്നു, ഒന്നും പറയണ്ട. അങ്ങനെ അതെ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല ചിരിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു 6 മണിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഞങ്ങൾ പുറത്ത് ഇതാ നിന്നിട്ട് നോക്കുക എല്ലാവരും പരിസരമൊക്കെ ഒന്ന് കാണുകയാണ്. പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ് നിങ്ങളെ. ഈ ഫഹേൽ ഭാഗത്താണ്. പിന്നെ ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അലോഷനൊക്കെ കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഞങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ ബൈ, വീണ്ടും കാണാം. ഓക്കേ.